ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ യയാതിയുടെ കഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ കൂടി കേൾക്കാം. ദേവയാനിയുടെ ദാസിയായി തീർന്ന ശർമ്മിഷ്ഠ വലിയ ദുഃഖത്തിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് അശോക് ഉദ്യാനത്തിൽ നടക്കാനിറങ്ങി. അവിടെ പൂമരച്ചോട്ടിൽ ദുഃഖിതയായിരിക്കുന്ന ശർമ്മിഷ്ഠയെ കണ്ടു. ഇങ്ങനെ വ്യസനിച്ചിരിക്കുവാനുള്ള കാരണം എന്താണെന്ന് രാജാവ് അന്വേഷിച്ചു. രാജാവിനെ വണങ്ങിക്കൊണ്ട് ശർമ്മിഷ്ഠ പറഞ്ഞു, രാജകന്യകയാണ് ഞാൻ, പക്ഷേ വിധിവശാൽ ദാസിയായിരിക്കുന്നു. എന്റെ തോഴിക്ക് ഒരു കുഞ്ഞും പിറന്നു. ആരും തുണയില്ലാതെ ജീവിതം പാഴാക്കുന്ന എന്നെ അങ്ങ് അനുഗ്രഹിക്കണം. എന്നെ സ്വീകരിച്ചാലും. രാജാവ് വിഷമത്തിലായി. അദ്ദേഹം അവളോട് പറഞ്ഞു, നീ സുന്ദരിയാണ്, രാജവംശിയാണ്. എങ്കിലും മഹർഷി നിന്നെ സ്വീകരിക്കരുതെന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നീയും അത് കേട്ടതാണല്ലോ. അതിന് ദോഷമില്ല എന്നായി ശർമ്മിഷ്ഠ. അങ്ങയെ ഞാൻ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നു. എന്നെ ത്യജിച്ചാൽ അത് പാപമായി തീരും. ഇങ്ങനെ ഓരോന്നും പറഞ്ഞും കരഞ്ഞും ശർമ്മിഷ്ഠ യയാതിയുടെ മനസ്സ് ഇളക്കുക തന്നെ ചെയ്തു. അങ്ങനെ രാജാവ് അവളെയും ഭാര്യയായി സ്വീകരിച്ചു. ഇക്കാര്യം അതീവ രഹസ്യമായി അവർ സൂക്ഷിച്ചു പോന്നു. മാസങ്ങൾ കടന്നുപോയി. ശർമ്മിഷ്ഠയ്ക്ക് ഒരു ഉണ്ണി പിറന്നു. ഇത് കേട്ട ദേവയാനി കോപത്തോടെ ശർമ്മിഷ്ഠയുടെ അടുത്തെത്തി. നീ ഇത്രയ്ക്ക് അധപതിച്ചുവോ? ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് കോപത്തോടെ ചോദ്യം ചെയ്തു. പുഞ്ചിരിച്ചുകൊണ്ട് ശർമ്മിഷ്ഠ പറഞ്ഞു, തേജസ്വിയായ ഒരു മഹർഷി ഇവിടെ വന്നു. ഏകാഗ്നിയായി കഴിയുന്ന എന്നിൽ അദ്ദേഹത്തിന് ദയ തോന്നി. അങ്ങനെ അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനാണിത്. ദേവയാനി സന്തുഷ്ടയായി മടങ്ങിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞു. യദുവെന്നും തുർവസുവെന്നും രണ്ട് രാജകുമാരന്മാരുടെ അമ്മയായി ദേവയാനി. ശർമ്മിഷ്ഠയ്ക്ക് 3 ഉണ്ണികളുണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അശോകവനികയിൽ വിഹരിക്കുവാൻ ദേവയാനി യയാതിയോടൊപ്പം ചെന്നു. ആ ഉദ്യാനത്തിൽ തേജസ്വികളായ 3 ഉണ്ണികൾ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് ദേവയാനി കണ്ടു. അവരുടെ അഴക് കണ്ട് പ്രീതയായ ദേവയാനി അവരോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ആരുടെ മക്കളാണ്? ഒന്നും അറിയാത്ത കുട്ടികൾ മുഖം വിളറി നിൽക്കുന്ന യയാതിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. ഞങ്ങൾ ശർമ്മിഷ്ഠയുടെ മക്കളാണ്. അവർ രാജാവിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ലജ്ജിതനായ രാജാവാകട്ടെ അവരെ നോക്കാതെ മുഖം തിരിച്ച് നടന്നു കളഞ്ഞു. കുട്ടികൾ വിഷമത്തോടെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവരെ പിന്തുടർന്നുകൊണ്ട് ദേവയാനി ശർമ്മിഷ്ഠയുടെ അരികിലെത്തി. കോപത്തോടെ ചോദിച്ചു, എന്റെ ദാസിയായ നീ ഇതിനെങ്ങനെ ധൈര്യപ്പെട്ടു? നിന്റെ അസുര സ്വഭാവമാണല്ലേ നീ ഇവിടെ കാട്ടിയത്. ശർമ്മിഷ്ഠ പറഞ്ഞു, ഞാൻ അധർമ്മം ഒന്നും ചെയ്തിട്ടില്ല. നീ എനിക്ക് പൂജ്യയാണ്. പക്ഷേ നിന്നേക്കാൾ പൂജ്യനാണ് ഈ രാജർഷി. ക്രുദ്ധയായ ദേവയാനി രാജാവിനെ നോക്കി. അപ്രിയം ചെയ്ത നിന്നോടൊപ്പം ഞാനിനി വസിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ദേവയാനി സ്വഗൃഹത്തിലേക്ക് നടന്നു. വിഷമത്തോടെ രാജാവും അവളുടെ പിന്നാലെ ചെല്ലുകയായി. അച്ഛനരികിൽ ചെന്ന് ദേവയാനി കരഞ്ഞുകൊണ്ട് ഉണ്ടായതെല്ലാം പറഞ്ഞു. പുത്രി ദുഃഖം കണ്ട് കുപിതനായ മഹർഷി, നീ ജരാനര ബാധിച്ച് വൃദ്ധനായി തീരട്ടെ എന്ന് യയാതിയെ ശപിച്ചു. യയാതി മഹർഷിയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. ശർമ്മിഷ്ഠയുടെ ആഗ്രഹവും മഹാദുഃഖവും കണ്ട് മനമലിഞ്ഞാണ് താൻ അവളെ സ്വീകരിച്ചതെന്ന് അറിയിച്ചു. അപ്പോഴേക്കും രാജാവിന്റെ സുന്ദരമായ ശരീരം ചുക്കിച്ചുളിഞ്ഞു കൂനിക്കഴിഞ്ഞിരുന്നു. കറുത്തിരണ്ട തലമുടി പാലുപോലെ വെളുത്തു. കാഴ്ച മങ്ങി. കരഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും മാപ്പ് ചോദിച്ചു. ഒടുവിൽ മഹർഷിയുടെ മനസ്സലിഞ്ഞു. നിന്റെ വാർദ്ധക്യം സ്വീകരിക്കാൻ മറ്റൊരാൾ തയ്യാറാകുമെങ്കിൽ നിനക്ക് വീണ്ടും യൗവനം കിട്ടും. മഹർഷി ശാപമോക്ഷം നൽകി. യയാതി ദേവയാനിയുമൊത്ത് തിരികെ രാജധാനിയിലേക്ക് പോയി. പടുവൃദ്ധനായി തിരിച്ചെത്തിയ രാജാവിനെ കണ്ട് കൊട്ടാരത്തിലുള്ളവർ അമ്പരന്നു. കൊട്ടാരത്തിലെത്തിയ യയാതി മക്കളെ വിളിച്ചു. ദേവയാനി പുത്രന്മാരായ യദുവിനെയും തുർവസുവിനെയും വരുത്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് യൗവനം യാചിക്കുന്നു. വാർദ്ധക്യം ഏറ്റുവാങ്ങാൻ ഇരുവരും തയ്യാറായില്ല. യദു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേഹമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് തലമുടി നരച്ച് ക്ഷീണിതനായി ഇപ്പോഴേ കഴിയാൻ എനിക്ക് സാധ്യമല്ല. കുപിതനായ യയാതി യദുവിനെ ശപിച്ചു. നിന്റെ മക്കൾക്ക് രാജ്യം കിട്ടാതെ പോകട്ടെ. രണ്ടാമത്തെ പുത്രനായ തുർവസു പറഞ്ഞു, എന്റെ സൗന്ദര്യവും ശക്തിയുമൊക്കെ നഷ്ടപ്പെടും. ബുദ്ധി കെടും. സുഖം നേടാനാവില്ല. യയാതി തുർവസുവിനെയും ശപിച്ചു. നിന്റെ വംശം അവസാനിക്കും.
നീ നീചന്മാരുടെ രാജ്യമായിരിക്കും ഭരിക്കുക. നിരാശനായ യയാതി ദേവയാനിയുടെ കൊട്ടാരം വിട്ട് ശർമ്മിഷ്ഠയുടെ അരികിലേക്ക് എത്തി. പടുവൃദ്ധനായ രാജാവിനെ കണ്ട് ശർമ്മിഷ്ഠയും പുത്രന്മാരും അമ്പരന്നു. തന്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങണമെന്ന് ശർമ്മിഷ്ഠയുടെ പുത്രന്മാരോട് അദ്ദേഹം അപേക്ഷിച്ചു. ശർമ്മിഷ്ഠപുത്രനായ ദ്രുഹ്യു പറഞ്ഞു, വൃദ്ധനാകുവാൻ എനിക്ക് വയ്യ. എനിക്ക് ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറാൻ വയ്യാതാവും. ശബ്ദമിടറും, സുഖമില്ലാതാകും. നിനക്ക് സുഖമൊന്നും കിട്ടാതാകും. ആനയും കുതിരയും കഴുത പോലും ഇല്ലാത്തതും വെള്ളത്തിൽ ചങ്ങാടത്തിൽ മാത്രം സഞ്ചരിക്കുന്നതുമായ നാട്ടിലാകും രാജാവല്ലാത്ത നിന്റെ വാസം. അദ്ദേഹം ദ്രുഹ്യുവിനും ശാപമേകി. പിന്നീട് രണ്ടാമത്തെ പുത്രനായ അനുവിനെ വിളിച്ച് യൗവനം നൽകാൻ അപേക്ഷിച്ചു. അനു പറഞ്ഞു, അവശത അനുഭവിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ നിസ്സഹായനായി കഴിയാൻ എനിക്ക് സാധ്യമല്ല. പൂജയില്ല, ഹോമമില്ല, അന്നം അശുദ്ധമാകും. വർദ്ധിച്ച കോപത്തോടെ യയാതി ആ പുത്രനെയും ശപിച്ചു. അച്ഛന് ഉപകരിക്കാത്ത നിന്റെ സന്തതിയും നശിക്കും. പൂജാതിക്രിയകൾ വെടിഞ്ഞ് നിനക്ക് കഴിയേണ്ടി വരും. നിരാശയോടെ യയാതി തന്റെ അഞ്ചാമത്തെ പുത്രനായ പുരുവിനെ വിളിച്ചു. എന്റെ പാപവും വാർദ്ധക്യവും നീ ഏൽക്കുമോ എന്ന് ചോദിച്ചു. പുരു അച്ഛനെ വന്ദിച്ചു പറഞ്ഞു, അച്ഛാ, അങ്ങയുടെ കൽപ്പന പോലെ എന്റെ യൗവനം ഞാനിത് അച്ഛന് നൽകുന്നു. അച്ഛന്റെ വാർദ്ധക്യവും പാപവും ഞാൻ ഏറ്റുവാങ്ങുന്നു. യയാതി കണ്ണുനീരോടെ പുരുവിനെ വാരിപ്പുണർന്നു. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ നാട് സർവ്വ ഐശ്വര്യപൂർണമായി തീരട്ടെ. അങ്ങനെ യയാതി രാജാവ് പുരുവിന്റെ യൗവനം വാങ്ങി തന്റെ വാർദ്ധക്യം അവന് നൽകി. ഏറെക്കാലം കീർത്തിയോടെ നാട് വാണു. യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെയും ശ്രാദ്ധം കൊണ്ട് പിതൃക്കളെയും പ്രീതിപ്പെടുത്തി. ദുഃഖിതരെ അനുഗ്രഹത്താലും ബ്രാഹ്മണരെ ദാനം കൊണ്ടും വഴിപോക്കരെ അന്നപാനങ്ങളാലും സന്തുഷ്ടരാക്കി. വൈശ്യരെ സംരക്ഷിച്ചു. ശൂദ്രരോട് കാരുണ്യം കാട്ടി. ശത്രുക്കളെ നശിപ്പിച്ചു. ധർമ്മം കൊണ്ട് എല്ലാ പ്രജകളെ ഇണക്കി ചേർത്തു. അങ്ങനെ അദ്ദേഹം ഇന്ദ്രനെ പോലെ നാടുവാണു. വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് സുഖത്തിലും യൗവനത്തിലുമുള്ള ആഗ്രഹം കുറയുന്നില്ലെന്ന് മനസ്സിലാക്കിയ യയാതി ഒരു നാൾ പുത്രനായ പുരുവിനെ വിളിച്ചു. അദ്ദേഹം പുത്രനോട് പറഞ്ഞു, അഗ്നി നെയ്യാൽ എന്ന പോലെ മനുഷ്യന്റെ മോഹം സുഖങ്ങൾ അനുഭവിക്കുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹങ്ങൾ വെടിഞ്ഞാൽ മാത്രമേ സുഖം വരൂ. കുമാരാ, ഇത്രനാൾ നീ എന്റെ വാർദ്ധക്യം ചുമന്നു നടന്നു. ഞാനിതാ അത് ഏറ്റുവാങ്ങുന്നു. നീ യൗവനം തിരികെ വാങ്ങി ചക്രവർത്തിയായി ഈ നാട് ഭരിക്കുക. യയാതി പെട്ടെന്ന് പടുവൃദ്ധനായി മാറി. പുരുവാകട്ടെ യൗവനവും കരുത്തും കൊണ്ട് മിന്നിത്തിളങ്ങി. മകനെ രാജാഭിഷേകം ചെയ്യിക്കാനൊരുങ്ങിയ യയാതിയോട് നാട്ടുകാർ ചോദിച്ചു, ദേവയാനിയുടെ പുത്രനും അങ്ങയുടെ മൂത്ത പുത്രനുമായ യദുവിനല്ലേ രാജ്യാവകാശം? രാജാവ് പറഞ്ഞു, അച്ഛന്റെ ആജ്ഞ കേൾക്കാത്തവൻ, അച്ഛന് പ്രിയം ചെയ്യാത്തവൻ പുത്രനെന്ന പേരിന് അർഹനല്ല. ആപത്തിൽ എനിക്ക് തുണ നിന്നത് പുരു മാത്രമാണ്. മറ്റു മക്കളെല്ലാവരും എന്നെ നിന്ദിച്ചു. എന്നെ സഹായിക്കുന്ന പുത്രൻ നാടുവാഴുമെന്ന് ശുക്രമഹർഷി വരം നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ എല്ലാ അനുമതിയോടെ ഞാൻ എൻ്റെ ഇളയ പുത്രനെ ചക്രവർത്തിയാക്കുന്നു. അങ്ങനെ യയാതി പുരുവിനെ അഭിഷേകം ചെയ്തു. രാജ്യാതിർത്തികൾ മറ്റു പുത്രന്മാർക്ക് നൽകി. യദുവിന് യാദവ ഗ്രാമവും തുർവസുവിന് യവനരുടെ ആധിപത്യവും ദ്രുഹ്യുവിന് ഭോജന്മാർ വാഴുന്ന ഇടങ്ങളും അനുവിന് മ്ലേച്ഛന്മാരുടെ യജമാനത്വവുമാണ് യയാതി നൽകിയത്. എന്നിട്ട് ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും മാറ്റി മരവുരിയെടുത്ത് മഹർഷിമാരുമൊത്ത് അദ്ദേഹം കാട്ടിലേക്ക് പോയി. പുരു ഏറെക്കാലം കീർത്തിയോടെ നാടുവാണു. പുരുവംശത്തിലെ പ്രസിദ്ധനായ ഒരു രാജാവായിരുന്നു ദുഷ്യന്തൻ. ദുഷ്യന്തന്റെ കഥ നമുക്ക് മറ്റൊരവസരത്തിൽ കേൾക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.